മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പോ? ഈയിടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? വല്ലോന്റെ വീടല്ലേ, വെറുതെ കുത്തിരി നുണ്ണാൻ പറ്റുമോ? എന്നാലും ഞാൻ ആ ചെന്തമരിയുടെ ഇല കുറച്ച് പൊട്ടിച്ചോണ്ട് തട്ടെ. രക്തവാദത്തിന് ഈ ഇല കെട്ട് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല കുട്ടിയെ. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുവോ? ആ ജോലി പോയമ്മേ. അതിശയില്ല, നിനക്കിപ്പോ ശനിദശയാ. കാവിൽ വെളിച്ചെണ്ണ നടന്നിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണ്ട കുട്ടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ അമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലേല് എനിക്കെന്ത് മനസമാധാനമുള്ളേ? അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. കാശുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല, ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? വല്ലതും കഴിച്ചിട്ട്? വേണ്ട, അടുക്കള അവർ പൂട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതുകൊണ്ടല്ല, സമയമില്ല. ഞാൻ ചെന്നിട്ട് എഴുതാം. എഴുതാം. പിന്നെ ഒരു പുറപ്പെടുകയായി. ആ പൈസ കൊണ്ട് എടുത്തോളി. അല്ല, ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കേറിയ ശേഷം പിന്നെ അതിന്റെ അകത്ത് ചെറു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും നുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങളിപ്പോ എത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ പോന്നോളി. അല്ല, ഇതാണോ ഒരു പുറത്താണ്. നമ്മളിതിൽ അങ്ങോട്ട് എത്തണ്ടേ? വന്നാട്ടെ ഇങ്ങോട്ട് പോരേന്ന് വരി. തല സൂക്ഷിക്കണേ, മുട്ടും. ഇനി പെട്ടിയൊക്കെ ഇവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാര് ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സംശയമുണ്ടോ? ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? വലിയ മനുഷ്യൻ. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരിട്ട് എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരാ, പാവങ്ങളല്ലേ, കരകാണാ കടലില്. എണീറ്റാത്ത മക്കളെ, എനിക്ക് സ്ഥലത്തിക്കണേ, സ്ഥലത്തി. അങ്ങനെ പഠിച്ചവന്റെ കൃപ കൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കണേ. ഭഗവാനേ, ഈശ്വരാ രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പറ്റിയ നേരം പരമരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്ക ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്.
അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? പ്ലാസ്റ്റിക് ആണല്ലേ, ഒന്നും പറ്റിക്കാണില്ല. എന്നാ നേരം കളയണ്ട, ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. അവിടെ പോ. അതെ, അടിയിൽ പാന്റ് ഷർട്ടും വെളിയിൽ അറബി. അറബി മാത്രം പോരെ? ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. ഡാ വിജയ, നിന്റെ തമ്മി തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ ഭഗവാനെ, ആരാ? ഏ? നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്. അതെ, നമ്മളെ തന്നെ അവര് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിൽ നിന്ന് ഇരുമ്പഴി എണ്ണേണ്ട ഗതിയായല്ലോ ഈശ്വര. നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ. കടപ്പുറായ കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ധോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്മാര് പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, പാന്റ് ഷർട്ട് വേഷം. എന്റെ ബലമായ സംശയം നമ്മളെ പോലെ ഒളിച്ചു കടന്നേതോ ഇന്ത്യക്കാരാണെന്ന. ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? വിട്ടി, നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാര് വരണ്ടിരിക്കാവും. വരുന്നത് വരട്ടെ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അയ്യോ, അതുകൊണ്ട് ധൈര്യം, വിദ്വാനും ഭൂഷണം, മുമ്പോട്ട് നടക്കാം. നീ പോ, നീ നടക്ക, നീ പോ, നീ അത് നടക്ക, നീ നടക്ക. പിടിച്ചോ, വാ. അയ്യോ, അവന്മാരെ ഇന്ത്യക്കാരെല്ലാം തോന്നുന്നു. നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല. കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. അയ്യോ, പിന്തുടരുകയാണല്ലോ നമ്മളെ. പിന്തുടരുകയാണല്ലോ. നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിൽക്കാം. സിഗരറ്റ് ഉണ്ട്, സിഗരറ്റ്. നമ്മൾ അറിയാനല്ലേ, നമുക്കാരും പേടിക്കണല്ലേ? അതെ, നമുക്കാരും പേടിയില്ല. അവന്മാരെ കാണുന്നില്ലല്ലോ. വാ. അവസാന നിമിഷം എങ്ങനെയൊന്നോ പോലീസ് ചാടി വീണു. എന്നിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ഇത്രയും രഹസ്യമായ ഇടപാടായിരുന്നിട്ട് പോലീസ് മണത്തറിഞ്ഞു. നമ്മുടെ സിഗ്നൽ കറക്റ്റ് ആയിരുന്നില്ലേ? എല്ലാം കറക്റ്റ്. ഒരറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ. നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് വന്നു. പക്ഷെ പെട്ടി തരാൻ അവരൊന്ന് സംശയിച്ചു. അത് പോലീസിന്റെ വിസിൽ കേട്ട് ഭയന്നിട്ടായിരിക്കും. എവിടെ? എവിടെ? Where's the cash? Tell me, where's the cash? സിഗ്നലുകളൊക്കെ കറക്റ്റ് ആയിരുന്നു. Stupid! Cash എവിടെ ചോദിച്ചു? അറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. Yes,
ആര്? മുത്തോ? ആ, എന്താണ്? എപ്പോ? എവിടെ വെച്ച്? ഓ മൈ ഗോഡ്. $50,000 2 അറബികളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ കൊണ്ട് അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി കാണിച്ചു? സിഗ്നലും മണ്ണാങ്കട്ടെ മിസ്റ്റർ, അവര് CID-മാരായിരുന്നു. മനസ്സിലായോ? ആ, അതിസമർത്ഥന്മാരായ 2 CID-മാർ. നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അതെ, ആദ്യം നമുക്ക് ഈ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. ചിലപ്പോ രൂപയാണെങ്കിലോ? അതൊക്കെ പിന്നെ ഇവിടെ തുറക്കാൻ പാടില്ല, അത് അപകടമാണ്. അത് ശരി. നമുക്കേ ആദ്യം കുറച്ച് നല്ല ഗൾഫ് മലയാളീസിനെ കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് അവരോട് പറയാം, എന്നിട്ട് ഇത് തുറക്കാം. അതുവരെ തുറക്കാൻ പാടില്ല. അത് ശരിയാ. ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നീ കേക്കോ? ഞാൻ ശ്രമിക്കാം. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടാവും. ആളുകളുടെ മുഖത്തൊക്കെ ഒരു അല്പം. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. ആ ബസിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന തമിഴല്ലേ? പാരീസ്. പാരീസ്. പാരീസിലേക്ക് എവിടുന്ന് ബസ്സാ? പാരീസിലേക്ക് ആരെങ്കിലും ബസ് സഞ്ചരിക്കൂ? എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. തുറന്നു നോക്കടാ. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, രാജ അണ്ണാമലെ മെമ്മോറിയൽ ഹാൾ. എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക ചതിക്കൊന്നുമില്ല. ഗഫൂർ ആണ് ഇതിന്റെ അളിയനാ. നീ എന്തിനാ എന്നോട് ചാടി കളിക്കുന്നത്? പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടുണ്ടോ? ഞാൻ നിന്നോട് മിണ്ടുന്നില്ല. சாமி எங்க போன சாமி? குண்டு சாமி டக்கரான பைக் ஹோட்டல் கூட்டும் போற சாமி.